മമ്മൂട്ടിയുടെ കഥാപാത്രം എൻട്രി ചെയ്യുന്നു. പിന്നെ സജീവമായി സിനിമ പോകുകയാണത്. സിനിമ പോയി അതിൻ്റെ ഇതെനിക്ക് അനുഭവം വെച്ചാൽ ഒരു പടക്കത്തിന് തീ കൊളുത്തി മാലപ്പടക്കത്തിലേക്ക് വന്നു വലിയ അവസാനത്തെ ക്ലൈമാക്സ് ഉണ്ട്. അതിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ പോലെയാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. ഒരു 2.5 മണിക്കൂറോളം ഈ സിനിമയുണ്ട് അനുഭവപ്പെട്ടത്. ആ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ആലോചിച്ചത് 2-3 കാര്യങ്ങൾ എനിക്ക് ഈ സിനിമയ്ക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. ഒന്ന്, ഈ സിനിമ പേര് തന്നെ ബസൂക്ക. എന്താണ് ബസൂക്ക എന്ന് ചോദിച്ചവരും അറിയാത്തവരുണ്ട്. അത് വിശംസനി പോലെ അത് സിനിമ കണ്ടിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിൻ്റെ രഹസ്യങ്ങളൊക്കെ പോകും. പിന്നെ മറ്റൊന്ന് മമ്മൂട്ടിയാണത്. മമ്മൂട്ടി ഇപ്പോൾ രോഗശൈലിയിലാണ് എന്നൊക്കെ എല്ലാം പറഞ്ഞെങ്കിലും മമ്മൂട്ടിയുടെ അപാരം എന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ് പലപ്പോഴും ചെയ്യാറ്. പക്ഷേ ഇത് വ്യത്യസ്തമാണെന്ന് വെച്ചാൽ വേഷഭൂഷാദികൾ മാത്രമല്ല, അഭിനയത്തിൻ്റെ തലങ്ങൾ തന്നെ. അത് ഇതൊക്കെ മമ്മൂട്ടിയിൽ നിന്ന് ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ടോ? കാരണം ഇവരൊക്കെ പ്രായമായി, ഇനി എന്ത് ചെയ്യാൻ പോകണു എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് അല്ലടാ എൻ്റെ കയ്യിൽ ഇനിയും ഈ ആവനാഴിയിൽ അമ്പുകളേറെയുണ്ട് ഇനിയും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ധാരാളം സ്റ്റോക്കുണ്ട്. അങ്ങനെ അഭിനയത്തിൻ്റെ വെറൈറ്റി സംഭവങ്ങളാണ്. ഈ മമ്മൂട്ടിയുടെ കഥാപാത്രമാണോ ഗൗതമിൻ്റെ കഥാപാത്രമാണോ വില്ലൻ, നായകൻ? ഈ ഒരു സംശയവും മുമ്പുണ്ടായിരുന്നു. ആരാണ് വില്ലൻ? പറഞ്ഞു കേട്ടത് ഗൗതം മേനോനാണ് വില്ലൻ, പോലീസ് ഓഫീസർ ഗൗതം മേനോൻ നായന്. അങ്ങനെ പല സിനിമകളും വന്നിട്ടുണ്ട്. മമ്മൂട്ടിയാണ് തന്നെ. അപ്പോൾ ഒരു യാത്രയിൽ തുടങ്ങുന്നതാണ്, ഒരു ബസ് യാത്രയിൽ ബാംഗ്ലൂരിലേക്ക് തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലം മാത്രമേ പറയുന്നുള്ളൂ. ആ സംഭവത്തിനുണ്ടാകുന്ന സംഭവങ്ങളും ഫ്ലാഷ് ബാക്കുകളും കൂട്ടിക്കുഴച്ചുകൊണ്ട് പ്രേക്ഷകരെ വഴിതെറ്റിക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ ഇന്നാളായിരിക്കും വില്ലൻ എന്ന് വിചാരിക്കുമ്പോൾ അതല്ല, വേറെയാണ്. അങ്ങനെ നമ്മൾ ആകെ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ട് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്.